ഓ മാണി നമ്മളിപ്പോൾ പോന്നോട്ടെ, നമ്മൾ ഡയറക്റ്റ് കൊണ്ടിട്ട് മാണി ഓൻകോയി വേണ്ടി പോന്നോട്ടെ, ആ കമൻറ്റ് ചെയ്താലും മാണിയിൽ പോന്നോട്ടെ. കാരണം പുറത്ത് നൈസക്കാർ അങ്ങനെ ചുരം നിൽക്കണം, അവനാനുള്ള അവനുണ്ടോ, അതല്ലാതെ വെറുതെ ഇതിന് കുശുമ്പും കൊണ്ടൊന്നും കാട്ടിയിരിക്കും കാര്യമില്ല. ഇതാണ് നമ്മളെ ഹൈബ്രിഡ്, നല്ല വലിപ്പം വരുന്ന, നല്ല തൂക്കം, നല്ല മധുരം വരൂലേ, ആ സാധനമാണിത്. വിയറ്റ്നാം നമ്മളെ 800 കഴിഞ്ഞാൽ നല്ല 300 അല്ലെ 350 നിൽക്കണം, നല്ല ബുഷായത്. അത് 300 കിട്ടിയാൽ മതി. 300 കൊടുക്കല്ലേ നമ്മളിപ്പോ ഈ ഒരു ഓഫറിന്? അതെ. പൊടിയൻ മുന്തിരി ഇതാ നമ്മളാ ഒരു കൊലയിൽ തന്നെ 4 കിലോനൊക്കെ പിന്നെ നന്നായിട്ട് തിരിതിരേനുണ്ടാവില്ലേ കമ്പോടിയൻ. 500 ജപ്പാൻ പേര. ജപ്പാൻ പേരല്ലേ എത്രയും വലുത്? നല്ല വലുത്. ഇത് യെല്ലോ വൈറ്റ് ഉൾവശം വരുന്നല്ലേ? പുറം മഞ്ഞ വരുന്നുണ്ട്. ഓക്കെ, ഏണ്ടേ നല്ല മധുരമുണ്ട്, അടിപൊളി കേട്ടോ. സംഭവം കുറച്ച് ചെറുതാണെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഒക്കെ മഴ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഏത് മോശമായിട്ടില്ല. മോർഗാർഡിങ് എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് പ്ലസ്, അതായത് ഇതിന് നല്ല കൂടുതൽ ഫ്രഷും ഉണ്ടാവും, ചെറിയ സീഡൊക്കെ നല്ല അടർന്നിട്ട് പോരും ചുറ്റുമ്പേ. ഓക്കെ, നമ്മളെ NIT പോലെ തന്നെയാണല്ലോ ഇത്? NIT പോരുന്നുണ്ട. ഇത് വേഗം സിമ്പിളായിട്ട് നടന്ന് പോരും. നമ്മൾ കുറെ ഇങ്ങനെ ഈമ്പാൻ നിൽക്കണ്ട, വേഗം ഇതായി പോരുന്നുണ്ടോ. എന്താ ലോങ്ങിന്റെ ഒരു സീഡ് എടുക്കണ മാതിരി തണ്ടാ, വേഗം തണ്ടാ ഇങ്ങനെ കിട്ടും. സീഡ് വെറൈറ്റി പോരും അല്ലേ? മധുരം. അപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഹായ്, NP ലിയാ ഗാർഡൻ, നൗഷാബ് നമ്മളൂർ. അങ്ങനെ അടിച്ചാൽ നേരെ പോകുന്നത് NP ലിയാ ഗാർഡൻ അടിച്ച് നേരെ പോരും. ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മളെ മദർ പ്ലാന്റ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരേണ്ട ലോങ്ങൻ ഒക്കെ, വൈറ്റ് ലോങ്ങനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇവിടെയാണല്ലേ? അതെ, അതായത് നമ്മളെ മദർ പ്ലാന്റ് തോട്ടത്തിലാണ് ഇന്നിപ്പോ നമ്മളുള്ളത്. അതെ. ഇവിടെ എന്തൊക്കെയാ പ്രധാനമായിട്ടുള്ളത്? നമ്മൾ ഇത് റംബുട്ടാന്റെ മോർഗാർഡിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ആ മഞ്ഞില് നല്ല മധുരക്കാരുണ്ടത്. മോർഗാർഡിങ് ആണ്, 35 അല്ല. അടിപൊളിയാണ്, അത്യാവശ്യം സൈസും ഉണ്ട് തോന്നണല്ലേ? നല്ല സൈസ് ഉണ്ട്. അപ്പൊ ഈ ഒരു അടുത്ത സമയങ്ങളിലൊക്കെ, അതായത് നമ്മളെ വീഡിയോ എന്തായാലും ഒരു 2 ദിവസം ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടിടാൻ. അപ്പൊ ഇന്നും നാളെയൊക്കെ വരുന്നവർക്ക് നമ്മളെ ഫാമിൽ നിന്ന് ഇത് കഴിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവില്ല? വൈറ്റ് ലോങ്ങനൊക്കെ ഉണ്ടാവും, കഴിക്കാണ്ടാവും അല്ലേ? അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റുമ്പോ തന്നെ നമ്മളെ NIT കൂടി പിടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പൊതുവെ ആയിട്ട് ഇപ്പൊ ഈ റംബൂട്ടാനൊക്കെ അധിക സ്ഥലങ്ങളിലും കേട് വന്നു പോണ ഒരു പ്രശ്നം കാണാനുണ്ട്. അതാണ് അതന്നെ ഒരു വെള്ള പൂപ്പലും. അതെ അതെ അതെ. അതിനൊക്കെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? അതിന് ശരിക്കും ടാറ്റ മിഡല്, ടാറ്റ മണിക്ക് ആ രണ്ടിലേതെങ്കിലും യൂസ് ചെയ്താൽ മതിയല്ലേ? ഈ വർഷം കൂടുതലായിട്ടുണ്ട് മൊത്തത്തില്, മഴേന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് തോന്നണല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതി? അത് അതിന് ശരിക്കും ഇതിലുണ്ട്, 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നിലക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഈ സാധനം വേണമെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാനുണ്ടാവില്ല നമ്മളെ കയ്യില്? നമ്മളെ ലൂസ് ഉണ്ട്. ഒരു സെയിൽ എന്നുള്ള രീതിയിലല്ല, കൃഷിക്കാർക്ക് ആവശ്യം കിട്ടില്ലെങ്കിൽ മാത്രം നൗഷാദിന്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങട്ടോ. ഇവിടെ അടിപൊളിയായിട്ട് നമ്മളെ മദർ പ്ലാന്റ് തോട്ടത്തിൽ ഇവിടെ റംബൂട്ടാൻ ഇപ്പൊ വിളവെടുക്കുകയാണെന്ന് പറയാം. നൗഷാദ് അത് ഓരോന്ന് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ നഴ്സറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ സ്കൂൾ പോയി ആണ് ഇപ്പൊ ഇത് കായ ആവണുള്ളൂ. ഓക്കെ, ഈ ഒരു ഭാഗത്തല്ലേ സ്കൂൾ പോയി. കൊറേ എന്താ വെച്ചാൽ ഇപ്രാവശ്യമൊക്കെ റംബൂട്ടാനേ കൊറേയൊക്കെ കൊഴിഞ്ഞാടിയിട്ടും കൊറേയൊക്കെ തൈറ്റൊക്കെ വരിക എല്ലായിടത്തും ഉണ്ടല്ലേ ഈ ഒരു പ്രശ്നം പൊതുവെ? എന്നാലും മാക്സിമം നമുക്ക് കെയർ ചെയ്ത് നോക്കാം. ഇത് മറ്റേ സാഫ് അടിച്ചോണ്ട് ഈ ഒരു പ്രശ്നം പരിഹാരം മാത്രം പോരാ, നിൽക്കൂലല്ലേ? സാഫ് നമുക്ക് വേരിന് ക്ഷീണം പറ്റുന്ന അങ്ങനത്തെ സാഫ് കൊടുക്കും, സാഫ് പറ്റുള്ളൂ. ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ടാറ്റയുടെ കൊടുക്കുകയാണല്ലേ? അതായത് നമുക്ക് ആകെ ശരിക്കും മദർ ചെയ്യേണ്ട ഈ ഒരു വൈറ്റമിൻ മാത്രമേ ഉള്ളൂ. അത് ഇതാണ് നമ്മളെ മദർ പ്ലാന്റ്. അതെ, ഇതിനെന്ന് വെച്ചാല് നല്ല കായപ്പുറത്ത് മാത്രമല്ല, അതായത് തേടിക്കാനെ നോക്കാം, ചെറുതും അതായത് ഫ്ലവർ ആയതും 2 കായും ഒക്കെ പാടെ മൊത്തത്തിൽ ഇതാ. കാരണം ഏതെങ്കിലും ചെറിയ പറ്റ ചെറുതല്ല, അതാണ് നമ്മൾ 900 റുപ്യ ആ പ്ലാന്റിന്റെ വില വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പ്ലാന്റുമെന്നാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ആരോഗ്യമുള്ള നല്ല തൈമിലേക്ക് നമ്മൾ വീഡിയോസിനെ കണ്ടറിയാലോ. നമ്മൾ അതല്ലാതെ ചെറിയ കുഞ്ഞി തൈമ പിടിച്ച് കെട്ടിക്കൂട്ടിക്കാണൊന്നും ഇല്ല. നമ്മൾ ഒറ്റ ഇതിമന്ന് ഇത് എടുത്തുകൊണ്ടുള്ള പരിപാടിയുള്ളൂ. ഓക്കെ, ഈ ഒരു മദർ പ്ലാന്റുമേ ഇഷ്ടം പോലെ വൈറ്റ് ലോങ്ങൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഭാഗത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് നമ്മളെ വൈറ്റ് ലോങ്ങൻ മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. തൊട്ട് താഴെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ഡ്രാഗൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇതാണ് നമ്മൾ ഇസ്രായേലല്ല, പിന്നെ പലവരുടെ വേറുണ്ട്. ഇസ്രായേലിൽ ശരിക്കും നമ്മൾ കട്ട് ചെയ്യാനാവണുള്ളൂ കേട്ടോ, സൈസായി വരുന്നുള്ളൂ. ഇതിനൊക്കെ കമ്പ് നമ്മൾ 250 റുപ്യ, നമ്മളാണ് പറ്റ വില കുറച്ച്. എല്ലാവരും 500 വിറ്റിന്റെ ഒരടി പീസ് നമ്മൾ 250 റുപ്യ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പൊ ഈ ഒരു ഓഫറിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഏതെങ്കിലും 250 അറിഞ്ഞ് വേണ്ട പോട്ടെ, 50 പോട്ടെ, 200 കൊടുക്കാം. ഈ ഒരു മാസം അല്ല 200 കൊടുക്കന്നെ.
ആജീവനാന്തം കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ സാധനം കൊടുക്കും. ഓക്കെ, റെഡ് ഇവിടെ ആയിട്ടുണ്ടല്ലേ? റെഡ് നമ്മള് മലേഷ്യൻ കിങ് ഹൈബ്രിഡ് എന്നൊക്കെ കൊടുത്തില്ല 100 വിറ്റിന്റെ അത് 50 റുപ്യ കൂട്ടിയാൽ മതി. 50 റുപ്യക്ക്. ഓക്കെ, അവിടെ റേറ്റ് കൊടുത്തു ഒരു പീസ്. ഇതിൽ നമുക്ക് റെഡ് ആയതല്ലേ ഇത്? റെഡ് നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ ഹൈബ്രിഡ്. നല്ല വലുപ്പം വരുന്ന, നല്ല തൂക്കം, നല്ല മധുരം വരൂലേ, ആ സാധനമാണിത്. ഇതിപ്പോ ഈ അടുത്ത സമയങ്ങളിലൊക്കെ നൗഷാദ് ഖാന്റെ നഴ്സറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിച്ചിട്ട് ഈ പ്ലാന്റിന്റെ തൈകൾ വാങ്ങല്ലേ. പിന്നെ ഇത് നമ്മൾ 6 മാസം കൊണ്ട് നമ്മളത് ചെറിയ ചെറിയ കാൽമ വെച്ചാൽ 6 മാസം കൊണ്ട് കായ ഫുള്ളാവുന്നത്. ഇതിന്റെ പ്രത്യേകത അതാ. നമ്മൾ 6 മാസം ഇപ്പൊ നമ്മള് വെച്ചിട്ടുണ്ട്, അതിന്റെ കായ ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിപ്പോ സീസൺ ടൈം ആണല്ലേ? സീസൺ നേരത്തെ ആയതാണ്. ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കില്ലേ, ഞാൻ ഒരു 2-3 മാസം ഇങ്ങനെ തന്നെ ഉണ്ടാവും. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഇതേപോലെ വിളവെടുപ്പ് കിട്ടുമല്ലേ? ഇതൊക്കെ ഷോപ്പിൽ നിങ്ങൾ പോയി വാങ്ങുകയാണെങ്കിൽ എത്രത്തോളം ടേസ്റ്റ് ഉള്ളത് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് കേട്ടോ. കാരണം ഇത് അധികം കെമിക്കലോ കാര്യങ്ങളോ യൂസ് ചെയ്യാതെ ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ജസ്റ്റ് നമുക്ക് അഭിപ്രായം ചോദിക്കാം, എങ്ങനെയുണ്ട് കഴിച്ചിട്ട്. ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കിയാൽ അടിപൊളിയാണ്. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങളിതാ ബാക്കി ഇതെങ്ങനെ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അതാ അത് അടിപൊളി റെഡ് കളറിന് അടിപൊളി റെഡ് കളറേ. ജസ്റ്റ് ഞാനൊരു പീസ് എടുക്കുന്നുണ്ട്, കഴിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ഞങ്ങള് കഴിക്കല്ലേ? നമുക്കിവിടെ 2-3-4 ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. മധുരം കമ്മി ഒന്നുമില്ല. മധുരം കമ്മി ഒന്നുമില്ല. എന്നാൽ ചില ആയിട്ട് റെഡില് സാധാ റെഡിന് എനിക്ക് തോന്നുന്നു മധുരം കമ്മി വരുന്ന സാധനം ഉണ്ടുണ്ട്. നമ്മളുടെ ഈ സാധനം അല്ല മധുരം. ഈ മധുരം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് മഴ ചെയ്താ ഒരു പ്രശ്നമൊന്നും ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനെ ബാധിക്കില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു മധുരം കമ്മി ഉണ്ടാവും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. നമ്മളെ വൈറ്റ്, നമ്മളെ റെഡ് അല്ല, ഉൾവശം വൈറ്റ് കളറാണ് വരിക. അത് നമുക്ക് കട്ട് ചെയ്യാം. അടിപൊളി ടൈപ്പ് കാണാൻ കേട്ടോ. ഇത് ഭംഗിയാ നോക്കിയേ. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കല്ലേ? അപ്പൊ ഡ്രാഗണിൽ തന്നെ അടുത്തൊരു വെറൈറ്റി നമ്മളിതാ കഴിക്കാൻ പോകട്ടോ. വൈറ്റ് ആണ് ഉൾവശം വരുന്നത്. സത്യം പറഞ്ഞാൽ മറ്റേനെക്കാട്ടും മധുരം. കിവിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. നല്ല മധുരം വൈറ്റ്, നല്ല അടിപൊളി മധുരമാണ് കിട്ടിയിട്ടുള്ളത്. കിവിന്റെ ടേസ്റ്റും വരുന്നുണ്ട്. കിവിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ഇതാ നമ്മളെ ക്രീപ്പർ. അതായത് ഇതിന് വലിയ പാൻ, അതായത് നല്ല വലുപ്പം. ഡബിളോ അങ്ങനെ ഒന്നും തിന്നാ ഒന്നുമില്ല. ഇതാണ് അത്രയും വലുത് കേട്ടോ. ഡബിൾ പറഞ്ഞേറെ നല്ല വലുപ്പമുള്ള ക്രീപ്പറാണ്. ഓൾ സീസൺ ആണ്. അത് ഇതാ അതിൻ്റെ തെളിവാണ്. ഇപ്പം നമ്മൾ ഒരു കായ ഇതാ ഫ്ലവർ ആവണുള്ളൂ. അതിൻ്റെ വലുതാ, അതിൻ്റെ വലുതാ പോത്തത്. ഇപ്പം നമ്മളെ വലുത് നമ്മൾ ഇറക്കിയിട്ടാണ്. അത്രയും വലുപ്പം കാണുന്നുണ്ടോ? നല്ല വലുപ്പം കാണില്ല ആ സാധനം ഉണ്ടല്ലേ. അതാണ് ഇതിന് തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ചെറുത് 1500 രൂപ മുതൽ നല്ല ഫ്ലവർ ചെയ്ത തൈകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ സൈസൊക്കെ നമുക്ക് 2500 രൂപ നിലക്ക് ഉണ്ട്. ഇതിലേറെ നല്ല കായ പിടിച്ച വലുത് അവിടെ ഉണ്ട്, വലുത് കാണിക്കാനുണ്ട്. പിന്നെ ചെറിയ തൈ 1500 ഉണ്ട്. 1500 മുതലുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണല്ലോ. ഓൾ സീസൺ ആണ്. നല്ല പഴം, നല്ല വലുപ്പം ഉണ്ടാവും. എപ്പോഴും കായ ഉണ്ട് കേട്ടോ. 2500 കായോട് കൂടി കേട്ടോ. 2500 ആണല്ലോ വരുന്നത്. വലുപ്പം കണ്ടില്ലേ? വലുപ്പം ഇനി സൈസ് ഒന്നും കൂടി ആകാണ്ട് തിരിക്ക്. ഇതിന് ചെറുതുകൊണ്ടൊക്കെ 1500 ഉണ്ട്. എന്നാൽ നമ്മളെ തായ് ജംബോ 400 ആകുമ്പോൾ തായ് ജംബോ, തായ് കിങ് എന്നൊക്കെ പറഞ്ഞ സാധനം സൈസായി വരുന്നുള്ളൂ. സൈസായി വരുന്നുള്ളൂ, മുപ്പാവണുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഒക്കെ തൈകൾ നമ്മളവിടെ അവൈലബിൾ അല്ലേ? ഉണ്ട്. 300 രൂപ, 400 രൂപ, 300 രൂപ നല്ല നല്ല തൈകളുണ്ട്. പെട്ടെന്ന് ഇതാണ് ഫ്ലവർ അറച്ച് അതേമാതിരി ഫ്ലവർ സാധാ സപ്പോർട്ടിൻ്റെ അതേ അതിലേറെ അലോകം കായ പിടിക്കുന്ന വേണ്ടിയില്ലേ. നല്ല അടിപൊളിയായിട്ട് നമ്മളെ വീടിന്റെ മുന്നിലൊക്കെ വെക്കാനും പറ്റൂട്ടോ. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന മെറ്റിന്റെ മാതിരി വലിയ ശല്യമാവില്ല. സാധാ സപ്പോർട്ടിന്റെ മാതിരി. അത് കിങ് പറഞ്ഞ ചാമ്പ നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവായി. കഴിഞ്ഞ ഇതിൽ 100 കൊടുന്നു. ഇപ്പൊ നമ്മൾ 150 കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 250 രൂപ കൊടുക്കണം. ഈ ഒരു ഐറ്റം വിയറ്റ്നാം നമ്മളെ 800 കഴിഞ്ഞാൽ നല്ല 300 അല്ലെ 350 നല്ല ബുഷായത്. അത് 300 കിട്ടിയാൽ മതി. 300 കൊടുക്കല്ലേ നമ്മളിപ്പോ ഈ ഒരു ഓഫറിന്? അതെ, നല്ലൊരു ചെടി, നല്ല ബുഷായ, നല്ല കുറച്ച്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ 800 കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ 500 ബ്രാൻഡ് ഇല്ല വിയറ്റ്നാം. പിന്നെ നമ്മളൊക്കെ 300 നേരെ തൊട്ട് താഴെ വരുന്നത് 300 പിന്നെ നമ്മളെ സാധാ 100 വെച്ചാൽ കണ്ടില്ലേ ഈ ഐറ്റം ഉള്ള. ഇതിപ്പോ ഒന്നിപ്പോ പൂ വന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ്. ഒന്നും കൂടി തെളുത്തിട്ട് വീഡിയോസ് ഇടാച്ചിട്ടേ. ഇത് മൾട്ടിയാണോ? മൾട്ടിയാണ് വരുന്നത്. ഈ ഐറ്റുള്ള ഇതൊരു നമ്മള് രണ്ടാമപ്പോൾ പൂ വന്നിട്ട് കൊടുക്കാന്ന് വെച്ചാൽ കമ്പം. കാരണം ഒരു ട്രിപ്പ് ഇപ്പോൾ പൂ കട്ട് ചെയ്ത് ലെവലാക്കിയാണ്. ഇതിന് വണ്ണം കണ്ടില്ലേ?
ചെടി കണ്ടില്ലേ നല്ല സെറ്റപ്പ്. ഇതൊരു മോഹവിലായിട്ടാണ് കൊടുക്കാം നമുക്ക്. റേറ്റ് നമുക്ക് പറയണ്ടല്ലോ. ഇത് പറയണ്ട. ഇതെന്താ വെച്ചാൽ പോലെ ചിലവര് ആ റേറ്റ് പറയുമ്പോൾ അതിന്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ അപേക്ഷിച്ച് കൊടുക്കാം. മറ്റേന്താ വെച്ചാല് അത്രയും ഭംഗിയായിട്ട് കണ്ടില്ല. ഇത് തിരിച്ച് കാണിച്ചൊന്നും വീഡിയോസ് ഇടുന്ന നോക്കിയോ ഉണ്ടാ. ഇതൊക്കെ ഇവിടെ പൂ വന്ന് നമ്മൾ വെട്ടിയാണ്. എത്ര ചെയ്തിട്ടുണ്ട്? ഇതിപ്പോ 2 എണ്ണം ഉള്ളൂ ആണെന്നുണ്ടെങ്കിൽ കാര്യം. പക്ഷെ 2 എണ്ണം ഓവറായിട്ട് കണ്ടില്ലേ. നല്ലൊരു ബുഷായിട്ട് ആകെ തൈ കൊണ്ട് വെക്കാണ്. നമുക്ക് വൈറ്റ് ലോങ്ങിനൊക്കെ ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? വൈറ്റ് ലോങ് നമുക്ക് വേണമെങ്കിൽ 800 വൈറ്റ് ലോങ് ഉണ്ട്. 800 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 800 കുറച്ച് ചെറുതാവും. പക്ഷെ 800 കുറച്ച് ആരോഗ്യമുള്ള തൈമ ചെയ്താൽ നമുക്ക് ആൾക്കാർക്ക് നേരെ 100 രൂപ ലാഭം നോക്കിയുമ്പോ അതിനുള്ള മാറ്റം ഉണ്ട്. 800 മറ്റും നല്ല മാറ്റം ഉണ്ട്. നമ്മളത് 800 പറഞ്ഞാല് സംഗതി മോശം ഉണ്ടായിട്ടില്ല. ചെറിയ തൈമല ചെയ്യാം. കുറച്ച് വലിയ തൈമ ചെയ്താൽ നല്ല അടിപൊളി സാധനം താഴുണ്ട്. ഫ്ലവർ വരുന്ന സൈസാണ് ഞാൻ കാണിച്ചു തരാം. നല്ല വൈറ്റ് നല്ല ദമ്മ് കണ്ടില്ല. നല്ല നല്ല തൈമ നല്ല വണ്ണുള്ള തൈമല് നല്ല സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് നമുക്ക് 1200 ആ റേഞ്ച് കൊടുത്തിട്ടാണ്. നമ്മളെ 800 900 ഇതാണ് നമ്മളെ 900. ഇത് റൂബിയൊക്കെ പെട്ടെന്ന് പൂ കണ്ടില്ലേ. വൈറ്റ് ആണെങ്കിൽ ഇതാ എന്താ വൈറ്റ് അത് പൂവാണ്. 900 വൈറ്റ് പൂവാണ്. ആണല്ലേ പൂവാണല്ലേ. വണ്ണും കാണില്ലേ. പിന്നെ 800 വൈറ്റ് ആരുണ്ട് കുറച്ചും കൂടിയും ചെറുതാണ് വരിക. ഇതിനും ചെറുതാണ് വരിക. 800 ഇങ്ങനത്തെ വരിക. ഇങ്ങനെതാ ചെറിയ ചെറിയ തൈകൾ. 800 ബ്ലാക്ക് ലീഫ് ഉണ്ട് കേട്ടോ. ഇതില് 900 ബ്ലാക്ക് ലീഫ് കിട്ടോ. ബ്ലാക്ക് ലീഫ് വില കുറച്ച് കിട്ടോ. 900 ആക്കി കേട്ടോ ബ്ലാക്ക് ലീഫ്. ചെറുത് കേട്ടോ. വലുത് നമ്മളെ 2 3 കട നിലവിലുണ്ട്. അതിന് വലിപ്പം വേണ്ടവർക്ക് സാധനം ഉണ്ട്. റേറ്റും കൂടും. കടവണ്ണം ഇതൊക്കെ മാറ്റം വരുമ്പോ വലിയ പോർച്ചീസിനൊക്കെ വേണ്ടവർക്ക് 1500 2.5 ഒക്കെ വലിപ്പത്തിനനുസരിച്ച് സ്റ്റേജിനനുസരിച്ച്. എത്ര പേരുള്ളത് നമുക്ക് പോർച്ചീസിനൊക്കെ നമുക്ക് അത് 5000 ഒക്കെ ഉണ്ട്. 5000 ഒക്കെ ഉണ്ട്. ഈ നിൽക്കുന്നത് 5000 5 രൂപ. മുന്തിരി ഇതാ നമ്മളാ ഒരു കൊലയിൽ തന്നെ 4 കിലോക്കെ നന്നായിട്ട് തിരിതിരേനുണ്ടാവില്ലേ കമ്പോഡിയൻ. ഇതെങ്ങനെ റേറ്റ്? ഇത് നമ്മള് എന്താ വെച്ചാല് സീഡല്ല. സീഡ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് 400 ഉണ്ട്. 400 തന്നെ നമ്മളെ മുന്തിരി. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിൽ ടോപ്പ് റേറ്റിലുള്ള സാധനം കൂടി ആവുത്. ഇത് വള്ളി കുത്തിയതാണ്. കാഴ്ച ദിമെന്ന് നമുക്ക് ഒരാൾ കുത്തിക്കാൻ തന്നതാണ്. അങ്ങനെ തന്നാണ് ഓൻ്റെ നമുക്ക് ഇനി കുറച്ച് സീഡ് ഒന്നായിട്ട് നമുക്ക് കഴിക്കാനൊക്കെ പാടെ സീഡൊക്കെ പാടെ കുറച്ച് തന്നിട്ടുണ്ട്. ആ സീഡ് നമ്മൾ മുളച്ച 100 രൂപ മുതലാക്കും തൈ സീഡ്. ഇപ്പൊ നമുക്ക് സാമ്പിൾ വേണമെങ്കിൽ സീഡ് കാണിക്കാൻ വേണ്ടി ഉണ്ട്. 2-3 ഉണ്ട്. 2-3 തൈ ഉണ്ടല്ലോ. ഉണ്ട്. സീഡ് തൈ എന്താ വെച്ചാല് ഈ കമ്പ് കാണൂല. കുരുട്ട് കാണും മുളച്ച് അതിന്റെ വള്ളി ഉണ്ടല്ലോ, വള്ളി കാണൂല. അതെങ്ങനെ റേറ്റ്? 100 രൂപ. 100 രൂപന്റെ വള്ളി. അത് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ. അത് കുറച്ചുള്ളൂ. ഒരു 3 പീസ് 2 പീസൊക്കെ ഉള്ളൂ. 400. ഇതെന്താ വെച്ചാല് ഗ്യാരണ്ടി എന്താ വെച്ചാൽ സീഡാകുമ്പോ നമുക്ക് 2 കൊല്ലം കഴിയും കായ്ക്കാന്. ഇതാ വള്ളിയാവുമ്പോ ഏകദേശം ഒരു 2 മാസം കൊണ്ട് സാധനം കായ്ക്കും. അതാണ് പ്രത്യേകത. അത്ര സ്പീഡാണ്. മറ്റേ 2 കൊല്ലം ഉണ്ട് 2 മാസം കൊണ്ട് വള്ളി. അതാണ് കുറച്ച് പിന്നെ വില കൂടിയാലും കുറച്ച് വള്ളി എടുത്തത്. ഒരു 300 രൂപന്റെ വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. ഇനിയിപ്പോ അത് മാറ്റം വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞൊക്കെ വെയിറ്റ് ചെയ്ത് ഇനിയും കുറയത് സാധനം കുറയും. വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. 1500 ബുഷ നാംഡോക്കുമായി ഗ്രീന് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. ഗുണി സൈഡ് കൂടി ഇങ്ങനെ പോന്നാൽ ഇഷ്ടംപോലെ എത്തിയിട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ അട്ടിട്ടൊക്കെയാണ്. ഭയങ്കര ഇത് കൂട്ടിയിട്ടൊക്കെയാണ്. ഇതൊക്കെ നാംഡോക്കിയാണ്. 1500. ഇതന്നെ 21 കവറല്ലാത്ത 1000 ഉണ്ട്. ഇത് 21 കവർ വലിയ കവറാണ്. നമ്മളെ ഐറ്റിലാകുമ്പോഴാണെങ്കിൽ നമുക്ക് റോട്ടുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചില്ലേ, നമ്മളെ വീഡിയോസ് കാട്ടിയിരുന്നു. 1000 രൂപേൻ്റെ 1200 1000 എന്നാണ് ഓഫർ ഇട്ടത്. പിന്നെ ഈ 200 മല്ലിക ദശരി അങ്ങനത്തെ ഒക്കെ വളരെ 200 രൂപ ഉള്ളൂ. മല്ലിക മാവ് അങ്ങനെ ഈ വലുതൊക്കെ. പിന്നെ നമ്മളെ കാലാപ്പടി നമ്മളവിടെ കാട്ടി അതിന്റെ ബാക്കി കൊടുന്ന് വെച്ചാൽ നന്നായിട്ട്. അത്യാവശ്യം ഈ ഒരു കാലാപ്പാടി കുറെ വ്യത്യാസമായിട്ട് ഈ ഭാഗത്തേക്ക് വരാൻ അത്രയും കാട് പിടിച്ച് കാലാപ്പാടി ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുളമ്പൊക്കെ നമ്മളെ 800 തന്നെ ആ റേഞ്ചിൽ വന്നത് കുളമ്പ്. പിന്നെ ആദ്യത്തെ ഈ മല്ലിക ആദ്യത്തെ സ്റ്റോക്ക് വേണ്ടതൊക്കെ മല്ലികയും മറ്റൊക്കെ 800 ഉണ്ട്. അമരപ്പാളിയൊക്കെ 800 ഉണ്ട്. ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നത് നമ്മളെ 200 ഉണ്ട്. നമ്മളെ ആദ്യത്തെ നമുക്ക് 800 തന്നെ. അത് കാരണം വെച്ചാൽ നമുക്ക് വില കൂടി വന്നാണ്. ഇഷ്ടം പോലെ സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നല്ല നല്ല കുളമ്പ് നല്ല നല്ല തൈകൾ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്. ചെറു തൈകൾ നമുക്ക് അടുത്തലോട് വരുന്നുണ്ട്. പറ്റ ചെറുത് വേണ്ടവർക്ക്. നമുക്കൊരു കൊൽക്കത്തയിലോടും കൂടി വരുന്നുണ്ടല്ലോ. പറ്റ ചെറുത് വേണ്ടവർക്ക് ചെറിയ തൈ. പിന്നെ നമ്മളതിൽ ആ സണ്ണങ്കിയിലേ ഇതാണ് നമ്മളെ അബിയു വലുത് 1200 രൂപ. നല്ല ജയന്റ് നല്ല സാധനങ്ങളില്ലേ. അടുത്തെല്ലാം കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല കടവണ്ണുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളാ സണ്ണങ്കി നമ്മൾ ഇട്ടല്ലോ, അതിൽ ആന്ധ്ര നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെ
ആന്ധ്ര സണ്ടെങ്കിൽ പറഞ്ഞിട്ട് ആ അപ്പൊ അതിന് ഒന്ന് രണ്ടാൾക്കാരെ കമ്പനി ചെയ്തോണു ചോദിച്ചാൽ അറിയില്ല. ഞാൻ ശ്രദ്ധപ്പെട്ടില്ല അപ്പൊ ഇരിക്കണെന്ന് വെച്ചാല് ആന്ധ്രന്റെ പറഞ്ഞാല് ഏതെങ്കിലും ഇവിടെ തൃശ്ശൂർ കൊടുന്ന് വെച്ചിന്ന് ആന്ധ്ര തരും. അങ്ങനെയല്ല, മാണി നമ്മളിപ്പോൾ പോന്നോട്ടെ, നമ്മൾ ഡയറക്റ്റ് കൊണ്ടിട്ട് മാണി ഓൻകോയി വേണ്ടി പോന്നോട്ടെ, ആ കമ്പനി ഏതാളും മാണിയിൽ പോന്നോട്ടെ. കാരണം പുറത്ത് നൈസക്കാർ അങ്ങനെ ചുരം നിൽക്കണം. അവനാനുള്ള അവനുണ്ടോ, അതല്ലാതെ വെറുതെ ഇതിന് കുശുമ്പും കൊണ്ടൊന്നും കാട്ടിയിട്ട് കാര്യമില്ല. കെടുമ്പ് കാട്ടി ഓനക്ക് പോയി. അല്ല വരണമെങ്കിൽ നമ്മളെ കൂടെ വന്നോട്ടെ, വന്നോട്ടെ, അവനാന്റെ ചെലവ് വന്നിട്ട് എടുക്കണ ആന്ധ്ര അവനക്ക് കാണിച്ചൊക്കെ തെങ്ങ് ആ സണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാല് ഇപ്പൊ 15-20 തെങ്ങ് നമുക്ക് ആവശ്യക്കാർ നമ്മൾ കൊണ്ടു കൊടുത്തു. അത് മാത്രം അയാള് വണ്ടിക്കൂലി അയാളെ വണ്ടി പോകുന്നു, അയാളെ സെലക്ഷനിൽ എടുത്തത്. പക്ഷെ വീഡിയോസ് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടായില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ തോട്ടം സെറ്റ് ആക്കണുള്ളൂ, അതിന് വേണമെങ്കിൽ അവിടെ പോയി നമുക്ക് കാണിക്കുവാണെങ്കിൽ 17 അയാൾക്ക്, കാരണം 8 ലൈനിൽ വെക്കാൻ പറഞ്ഞാൽ നല്ല വലുതന്നെ വേണം പറഞ്ഞാണ്ട് അയാളെ ചെലവിൽ തന്നെ നമ്മൾ വണ്ടി പോയിന്നുള്ളൂ. നമ്മുടെ വണ്ടി സാധനം കൊണ്ടുകൊടുത്ത് നമുക്ക് ഡ്രൈവർക്ക് ഒരു കൂലി ചെറിയ കമ്മീഷൻ അതന്നെ ഉള്ളൂ നമുക്ക്. നമ്മൾ വണ്ടി അതിൽ പോകാൻ മെയിനായിട്ടും പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ കാരണം അതിലുണ്ട് എഴുതിയ ആളഞ്ഞ് അതിലുണ്ട്, കമ്മിറ്റി ഒഴിവാക്കിയൊന്നുമില്ല. എഴുതിക്കണമെന്ന് വെച്ചാൽ ആന്ധ്രൻ്റെ ആണെന്നുള്ളവർക്ക് ആന്ധ്ര സണ്ടെങ്കിൽ നമ്മൾ കാട്ടി നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഡയറക്റ്റ് കൊടുന്നത് പറഞ്ഞില്ല. അങ്ങനെ ഡയറക്റ്റ് കൊടുന്നതല്ല ഓൻ പറഞ്ഞ തെളിവ് അതാണ്. ഓൻ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സംഗതി നമുക്ക് പിന്നെ ഞാൻ ഇങ്ങനെ വന്നാൽ നമുക്ക് ഇവിടെ പുതിയ സാധനങ്ങൾ ഫുള്ള് കാലാപ്പടയൊക്കെ ചേർത്ത് സാധാ നമ്മളെ ലെവലിലുള്ള 150, 250, 150, 250, 350 ആ റേഞ്ച് ഉണ്ട്. വലിയ 500 അമ്പയം നല്ല വലുപ്പമുള്ള കേട്ടോ. ഇഷ്ടംപോലെ ഫുള്ള് അരച്ച് കായുള്ളത്. നമ്മളെ ചോല അച്ചാർ ചെയ്യുമ്പോൾ സൂപ്പർ നവേരൊന്നും കാണണ്ട, കാരണം അവരെ കമ്പനി അതായത് ഇത് അച്ചാറിടാൻ അത്രയും ബെസ്റ്റ് അടിപൊളിയാണ്. ഇതൊക്കെ എങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റുക? ഇത് ഇത്രയും വലുത് 500. നമ്മൾ സാധാ നമ്മളെ ചെറുത് 250 ഉണ്ട്. ഇത് 250 നമ്മളെ കായുള്ളതുണ്ട്, ആ സൈഡിലുണ്ട്. നല്ല പുതിയ വന്നത് അതിന്റെ ബാക്കിൽ ഇഷ്ടം പോലെ 250 ഉണ്ട്. 500 കുറച്ച് നല്ല ബുഷ് കടവണ്ണുണ്ട്. നല്ല അടിപൊളിയായിട്ട് നിൽക്കണേലൊക്കെ കായുണ്ട് കേട്ടോ. ഫുള്ള് കായുണ്ട് കണ്ടില്ലേ, ഇതാ ഇവിടെയൊക്കെ ഫുള്ള് കായകളാണ്. ഫുള്ള് വലുതും ചെറുതും ഇഷ്ടം പോലെ എല്ലാത്തിലും ഉണ്ട്. തന്നെ അതാ ഇങ്ങനെയൊക്കെ തന്നെ. 500 രൂപ ഇത്ര വലുത് കേട്ടോ. 500 ജപ്പാൻ പേരല്ല എത്രയും വലുത്, നല്ല വലുത്. ഇത് ഉണ്ടായിരുന്നു, കായലൊക്കെ ഇപ്പൊ പോയി തുടങ്ങിയതാണല്ലേ. ഇതന്നെയാണോ നമ്മുടെ ഈ ഒരു റെഡ് ഡയമണ്ട് എന്ന് പറഞ്ഞ ട്രോപ്പിക്കൽ ആക്കട ആ ബൾബ് മരുന്ന് തൂങ്ങിക്കോലോ നല്ലോണം ഇതാണ് ഇതൊക്കെ എങ്ങനെ റേറ്റ്? 150 രൂപ ഉള്ളൂ. ഇത് വി ഗ്രാഫ്റ്റ് 150 അല്ലേ? 150. ഇതിപ്പോ നമ്മളിവിടെ കാണാത്തൊരു വെറൈറ്റി ഇവിടെ ഇരിക്കണ്ടല്ലോ. ഇതാണ് നമ്മളെ നെല്ലിയാണി ഗ്രീൻ ഗോൾഡ് ആണ്. ഏലാണല്ലേ? ഏലം നമ്മൾ ആദ്യമായിട്ടാണോ ഇവിടെ ഇറക്കണേ? അല്ല, നമ്മള് സാധാ നമുക്ക് മറ്റേലം കായ്ക്കണെല്ലാം നമുക്ക് ഇതെന്താ വെച്ചാൽ കുറച്ചുകൂടി കായ വലുപ്പവും അല്ല നമ്മളിവിടെ കാലാവസ്ഥ ശരിക്കും പറ്റിയ ഏലാണ്. അടിപൊളിയാണല്ലേ നെല്ലിയാണി ഗ്രീൻ ഗോൾഡ് കറി. ഇത് സംഗതി 100 രൂപ ഉള്ളൂ. സാധാ നമ്മളെ ഏലം ഉണ്ടായാലും അത് 100 ഉണ്ടായാലും, പക്ഷെ ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട്, നമുക്ക് ശരിക്കും വിശ്വസിച്ച് വെക്കാം. ഇതൊക്കെ റിസൾട്ട് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ കാലാവസ്ഥയ്ക്ക് ഒക്കെയാണ്, അതായത് മലപ്പുറത്ത് സെറ്റ് ആണ്. അപ്പൊ അതായത് ചൂടുള്ള കാലാവസ്ഥ. ഇതിന്റെ മുന്നേ നമ്മള് മഞ്ചേരി നമ്മളെ കൂട്ടനെ പേര് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓന്റെ മാതിരി കൊടുത്തു നമുക്ക് ആൾക്കാരെ കൊടുത്തതൊക്കെ കാഴ്ചയിരുന്നു. ഇത് പറഞ്ഞല്ല, ഓന്റെ ഇപ്പൊ പറ്റ പോയി പറഞ്ഞാൽ അവനൊരു JCB മാന്തിക്കണതൊക്കെ ശരിയാക്കിയത് കൂടി അതിൽ ഓന്റെ ഇപ്പൊ കുറച്ച് ചെറിയ വിൽക്കാൻ വേണ്ടിയില്ല, അതിപ്പോ വേറെ ആൾ തന്നാ, വേറെ സ്ഥലത്ത് വന്നാ. ഗ്രാമ്പു എങ്ങനെ? ഗ്രാമ്പു ഇത് നമ്മളെ പറ്റിച്ചാണത്. വലിയ വില വന്നേക്കണു. ഇനിയിപ്പോൾ അത് നോക്കണ്ട, വാങ്ങിയ വിലക്കന്നെ കൊടുക്കുക. 50 വിൽക്കണം, പക്ഷെ ഇത് വാങ്ങിയ വില 40 തന്നെ കൊടുക്കാം. കൊടുക്കുന്നത് 50 വിൽക്കാനുള്ള ഒപ്പില്ല. നമ്മളെ 50 വിറ്റിനെ കുറച്ച് വലുപ്പമുള്ളതായിരുന്നു. നമ്മളടുത്ത് ഒരു അബദ്ധം പറ്റി, നമ്മൾ വേറെ ആളെ പറ്റിക്കുന്നില്ല. പിന്നെ നമ്മളെ കുരുമുളക് വള്ളി എല്ലാം ഉണ്ട് കേട്ടോ. ഇത് വള്ളിയാണോ അല്ലേ? നീലമുണ്ടി തന്നെ വെറൈറ്റി ഉണ്ട്. 30 രൂപ ഒരു കവറിൽ തന്നെ 4-4 തൈ ഉണ്ടാവും. കുറ്റിക്കുരുമുളക് വരുന്നുണ്ടോ? കുറ്റിക്കുരുമുളക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് 75 250 അതുണ്ട്. പിന്നെ കരിമുണ്ട അതേമാതിരി പന്നീര് 1 ഉം 2 ഉണ്ട്, ഒന്നിൽ തന്നെ 2 3 ഉള്ളത്. അതും ഇതേമാതിരി ഒക്കെ 30 രൂപ കേട്ടോ. മറ്റേ കുറ്റികൾക്ക് മാത്രം 2 150 നിലക്കുള്ളത്. അപ്പൊ അട്ടിയും പത്തൊക്കെ ഇനി പിന്നെ 50 വിൽക്കണം ശരിക്ക്. ഇപ്പൊ അത് നോക്കണ്ട, അതിനനുസരിച്ചൊക്കെ കൊടുക്കാം. ചെറിയ തൈ നമ്മള് വീഡിയോ ഫോട്ടോ ഇട്ടെന്നിക്കാണ്ട് കൊണ്ടുവരാൻ പറഞ്ഞാണ്ട് നോക്കുമ്പോ ചെറുതായി പോയല്ലേ? ഫോട്ടോ ഇട്ടെന്ന് വേറെയും. ഇതിപ്പോ നമുക്ക് ആ റേറ്റ് തന്നെ കൊടുത്തിട്ട് സെയിൽ ഔട്ട് ചെയ്യാം. അത് അങ്ങനെ ചെയ്യാം, വാങ്ങിയ വിലക്ക് തന്നെ കൊടുക്കുക. എത്ര? 40 രൂപയ്ക്ക്. 40. അത് സർവ്വസുഗന്ധിന്റെ ഇപ്പൊ 40 നോക്കണ്ട, 300 അങ്ങനത്തെയൊക്കെ 300 അങ്ങനെയായിട്ട് കൊടുത്തിട്ട് സെയിൽ ഔട്ട് ചെയ്യാം. നല്ല നീരുള്ള സൈസ് 150 രൂപ ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ഉണ്ട് തോട്ടം സെറ്റ് ചെയ്യാനോ എങ്ങനെയുണ്ട് ഇഷ്ടം പോലെ. ഇതിപ്പോ ചിലരൊക്കെ കൊണ്ടുവരുമ്പോ തോട്ടം സെറ്റിന് കൊണ്ടുവന്ന് വെച്ചാല് പന്നിയുടെ ശല്യം ഉണ്ടാവില്ല. ഇത് മുള്ളുണ്ട് തീമ, പന്നിയുടെ ശല്യം പെട്ടില്ല.
പിന്നെ ചെറുനാരങ്ങ ഒക്കെ തോട്ടം എല്ലാവരും ചെറുനാരങ്ങ ആക്കണം എന്താ വെച്ചാല് ഈ അപ്പൊ നമുക്കൊരു വേലി പോലെ ഇത് വെക്കാം. ആ പിന്നെ പൊയ്ത്താല് ജന്തുക്കളൊന്നും തിന്നൂല്ലല്ലോ. ചെണ്ടാക്കോട്ടനോ അബൽക്കൊന്നും വേണ്ടല്ലോ, മധുരമുള്ള ഒരു സാധനമല്ലല്ലോ. സാധനം പുളി അങ്ങനെ ആയതുകൊണ്ട് അത് സേഫ് ആരും ജന്തുക്കൾ തിന്നില്ലല്ലോ. പിന്നെ നമുക്ക് ഇതിൽ നമുക്ക് ബി ഗ്രാഫ്റ്റ് ഇതുണ്ട്, ഏത് മാംഗോസിന് മാംഗോസ് ഇറങ്ങാണ്ടല്ലേ. ബി ഗ്രാഫ്റ്റ് 500-നും 700-നും ഉണ്ട്. പിന്നെ മാംഗോസിന് നല്ല കുള്ളൻ ടൈപ്പ് 1800-800 ഒക്കെ ഉണ്ട്. ഈ ബി ഗ്രാഫ്റ്റ് ആവണോണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? ഒരു മെച്ചമില്ല. ബി ഗ്രാഫ്റ്റ് ആൾക്കാർക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് കായ്ക്കും. പക്ഷെ ബി ഗ്രാഫ്റ്റുമുള്ള പ്രശ്നം എന്താ വെച്ചാല് ഒരു കൊല്ലം 2 കൊല്ലം കൊണ്ട് ബി ഗ്രാഫ്റ്റ് കായ്ക്കുമ്പോൾ 1-2 കായ് ഉണ്ടാകുമ്പോൾ മറ്റേത് കായ്ക്കുമ്പോൾ 30 കായ് ഉണ്ടാവും. മറ്റേത് വെക്കല്ലേ കുറച്ചുകൂടി ബെറ്റർ. രണ്ടാം കൊല്ലം കടന്നത് ഇതിമ വേറെ 3 കായപ്പോൾ ഉള്ളതെന്നുണ്ടെങ്കിൽ രണ്ടാം കൊല്ലം കടന്നത് ഇതിമ വേറെ 6 കായിൽ 8 കായ ഉണ്ടാകുക ഈ ബി ഗ്രാഫ്റ്റുമേ. റേറ്റ് ബി ഗ്രാഫ്റ്റിന് കുറച്ച് വില ഉണ്ട്. പക്ഷെ എന്താ വെച്ചാല് 2 വർഷം കൊണ്ട് കായ്ക്കുണ്ട്, 2 വർഷം കൊണ്ട് കായ്ക്കും. പക്ഷെ കായ്ക്കുമ്പോൾ 2 വർഷം കൊണ്ട് കായ്ക്കുമ്പോൾ 3-4 കായ ഉണ്ടാവുള്ളൂ. ആ സ്ഥാനത്ത് മറ്റേ നമ്മളത് കായ്ക്കുന്ന ടൈമിൽ വലിയ തൈ കായ്ച്ചാല് ചുരുങ്ങിയത് 80-60-100 അങ്ങനെ ആയി പോകും. സൗകര്യമുള്ളവർക്കൊക്കെ നല്ല ചെറിയ ബക്കറ്റിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മാത്രം ഇത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഉള്ളത് എന്താ വെച്ചാൽ 23-ാം തീയതി നമ്മളെ തിരുവനന്തപുരം ട്രിപ്പ് ഉണ്ട്. ചെറുവണ്ടിയാണോ അതോ വലിയ ഇപ്പൊ എന്താ വെച്ചാൽ തിരുവനന്തപുരം നമ്മൾ വലിയ അറിയില്ല, തിരുവനന്തപുരം കാസർഗോഡ് അതായത് ഇവിടത്തൊക്കെ നമ്മൾ ഒരിക്കലും ഇപ്പൊ ചെറുണ്ടായിട്ട് പോണില്ല. കാരണം വല്യണ്ടിക്ക് തന്നെ ലോഡ് ഫുള്ളാണ്. ഹൈവേ കൂടി ഇങ്ങനെ കൊടുക്കുക. എല്ലാത്തും ചെറിയൊരു സർവീസ് ചാർജ് നമ്മളെ വണ്ടി കൂലി വാങ്ങിക്കാണ്ടുള്ള പരിപാടിയാണ്. ഇവിടെ വിൽക്കുന്ന റേറ്റ് സാധനം അവിടെ തരും. പക്ഷെ എന്താ വെച്ചാൽ ഒരു വാടക, ആ വാടക ഇതൊക്കെ പാടാൻ ഒത്തു കിട്ടുമ്പോൾ നമ്മൾ എന്താ ഡ്രൈവർക്കും നമ്മൾ ചെറിയ വാടക കൊടുക്കുള്ളൂ. ഡ്രൈവർക്കും ക്ലീനർക്കും ഒക്കെ എന്ത് ചെയ്യും, ചായ പൈസ എല്ലാം കൊടുക്കും. എല്ലാ ഭാഗത്തും കണ്ണൂരിനും കണ്ണൂരിൽ ഇപ്പോൾ ഇന്നലെ ഞാൻ കാസർഗോഡ് പോയത് ഇറച്ചിയും പത്തിരി എന്തൊക്കെ സാധനം അതായത് ഫുഡും കണ്ണൂർക്കാർ സദ്യൻ്റെ കാര്യത്തിൽ ഉഷാറാണല്ലോ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ. അതേപോലെ തന്നെ നമുക്ക് ചായ പൈസ പോലൊക്കെ ചെക്കന്മാർക്കൊക്കെ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഒരു ദിവസം നമ്മൾ ആകെ 500 റുപ്യ കൊടുക്കുന്നുണ്ട്. ഏത് കാസർഗോഡ് പോകണമെങ്കിൽ നമ്മൾ 500 റുപ്യ നമ്മൾ ക്ലീനർക്ക് കൊടുക്കുക. പക്ഷെ അവർക്ക് ഒരു 1000-1500 റുപ്യ ഇത് കിട്ടും. ആൾക്കാർ നല്ല ആൾക്കാർ എന്താ വെച്ചാൽ ചായ പൈസ 50 ഓരോരുത്തർ 50-100 കൊടുത്താൽ പോരാ. അങ്ങനെ 10 നമ്മൾ 35-40 അല്ലെങ്കിൽ 60 ബില്ലൊക്കെ ഉണ്ടാവും ചിലവർക്ക് മൊത്തത്തില്. നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ 55-50 ബില്ലുണ്ടാവും. കാസർഗോഡ് ഏരിയ പോകുമ്പോൾ 40-35-40 കോയരത്ത് ഉണ്ടാവും. ഈ 35 ആളിൽ അധികം ഇപ്പം എല്ലാവരും ഈ ഒരു സന്തോഷത്തിന് കൊടുക്കുമല്ലോ, ഓരോ വണ്ടിയും സാധനം ഇട്ടിച്ച് അതാകുമ്പോൾ തന്നെ ഓൽക്ക് എന്ത് ചെയ്യും, ഓരോരുത്തർക്ക് 1000 റുപ്യ കൂലിട്ടും. പിന്നെ നമ്മൾ 500 മതി വണ്ടി ഇരിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ചെറുവണ്ടി ഇപ്പൊ വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചെറുവണ്ടി ഇപ്പൊ എന്തൊക്കെയാ വിടാൻ പറ്റും? ചെറുവണ്ടി നമ്മള് ഈ 12-ാം തീയതി ഉണ്ട്. 12 ഇന്ന് എത്ര ഡേറ്റ് ആയി? 12-ാം തീയതി. അത് നമുക്ക് എന്താ വെച്ചാൽ അങ്കമാലി വരും, അങ്കമാലി മൂവാറ്റുപുഴ അങ്ങനെ പോവാണ്. അങ്ങനെയാണ് ആ റൂട്ട്. അങ്ങനെയുള്ള അതെന്താ വെച്ചാൽ മെയിന് ഇത് തോത്താപുരി പോവും. ഈ വലിയ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാണ്. നമ്മളെ ആന്ധ്ര സണ്ണങ്കി ഉണ്ടല്ലോ, വലിയ സണ്ണങ്കി, അതൊക്കെ കൊണ്ടുള്ളതാണ്. അതൊക്കെ നമ്മളൊരാൾക്ക് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടമാന സാധനം എടുത്ത നല്ലൊരു കസ്റ്റമറാണ്. പിന്നെ ഇപ്പൊ അവരെ കയറിയപ്പോ തന്നെ ഇങ്ങനെ പിന്നെ ഓർഡർ ഇങ്ങനെ വരികയാണ്. നമ്മളത് അതാണ്, നമ്മളത് ഇപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ ഈ ചെറുമട്ട് തുടങ്ങിയിട്ട് ഇതിന് അസൂയ കാട്ടിയൊന്നും ഒരു കാര്യമില്ല. നമ്മളെ വിജയം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കസ്റ്റമറുടെ തൃപ്തിയാണ് നമ്മളെ സംതൃപ്തി, അല്ലെങ്കിൽ ഓല സംതൃപ്തിയാണ് നമ്മളെ തൃപ്തി. അതിനാണ് നമ്മളത് എങ്ങനെ ഏത് ചെറിയ നമുക്ക് പറയില്ല ചെറിയൊരു മട്ടത്തിൽ നമ്മൾ തുടങ്ങിയിട്ട് എന്താ വെച്ചാൽ വില കുറവ് സാധനം കൊടുക്കുക, ആൾക്കാർക്ക് എല്ലാവരും വെക്കട്ടെ നിലക്ക് എല്ലാ സാധനവും ഒക്കെ ചീപ്പ് റേറ്റ് കൊടുക്കുക.